പ്രിയമുള്ളവരെ, ദേശാഭിമാനി മുഖപ്രസംഗം ഡിസംബർ 3, 2015. റബ്ബറിന് സംരക്ഷണ ചുങ്കം ചുമത്തണം. റബ്ബർ കർഷകരുടെ നടുവൊടിക്കുകയാണ് കേരള സർക്കാരുകൾ. ഈ പ്രക്രിയയിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ അതിഗുരുതരമായ ആഘാതമാണ് ഏൽക്കുന്നത് എന്നത് അറിയേണ്ടവർ അറിയുന്നില്ല. അഥവാ വ്യവസായ ലോബിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായ അധികാരികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ മനോഭാവം തിരുത്തിക്കാൻ ശക്തമായ ഇടപെടൽ ഉണ്ടായേ തീരൂ. നിയന്ത്രണരഹിതമായി റബ്ബർ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചും ഇറക്കുമതി റബ്ബറിന് മേൽ സംരക്ഷണ ചുങ്കം ന്യായമാം വിധം ഏർപ്പെടുത്താൻ വിസമ്മതിച്ചും ഈ നയങ്ങൾ കൊണ്ട് വലയുന്ന റബ്ബർ കർഷകരുടെ റബ്ബർ സംഭരിക്കാൻ കൂട്ടാക്കാതെയും കർഷക ദ്രോഹ നടപടികളുമായി ഒരു വശത്ത് കേന്ദ്രം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വിലസ്ഥിരതാ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ കൂട്ടാക്കാതെ 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയായ 106 രൂപയിലേക്ക് റബ്ബർ വിപണി താണടിയുന്നത് കണ്ട് ചെറുവിരലനക്കാതെ നിഷ്ക്രിയത്വവുമായി സംസ്ഥാന സർക്കാർ. റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്നതിൽ മത്സരിക്കുകയാണ് ഇരുവരും. റബ്ബർ കർഷകർക്ക് ഈ ദുരന്തം വരുത്തിവെക്കുന്ന പ്രധാന ഘടകം ഇറക്കുമതി തന്നെ. കഴിഞ്ഞ വർഷം 4,14,606 ടൺ റബ്ബർ ഇറക്കുമതി ചെയ്തു. സർവകാല റെക്കോർഡാണ് ഇത്. ആഭ്യന്തര റബ്ബർ കമ്പോളം കിട്ടാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇത് എന്ന് ഓർമ്മിക്കണം. ക്രമരഹിതമായ ഈ ഇറക്കുമതി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. വൻകിട ടയർ വ്യവസായ ലോബിയുടെ താൽപര്യത്തിനു മുമ്പിൽ കേരളത്തിലെ പാവപ്പെട്ട റബ്ബർ കർഷകരുടെ വിഷമം അവർക്ക് പ്രശ്നമേ അല്ല. എന്നാൽ ഈ മനോഭാവത്തിനെതിരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതല്ലേ? റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി അടുത്ത കാലത്തൊന്നും ഒരു നിവേദനം കൊടുക്കുക പോലും ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാർ. പിന്നെയല്ലേ സമ്മർദ്ദം? വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനം വർദ്ധിച്ചു. അവർ വില കുറച്ച് കയറ്റുമതി ചെയ്യുന്നു. ഇതുമൂലം ഇന്ത്യൻ റബ്ബർ കർഷകരുടെ താൽപര്യം ഹനിക്കപ്പെടുന്നു. ഇത് തടയാനാണ് സംരക്ഷണ ചുങ്കം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ചെയ്തില്ല കേന്ദ്രം. ശക്തമായ സമ്മർദ്ദമുണ്ടായാൽ ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാന സർക്കാരുകളുടെ സമ്മർദ്ദമുണ്ടായപ്പോൾ ആ മേഖലയിലെ പല ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ഇടപെട്ടു. പരുത്തിയുടെ കാര്യത്തിലാണെങ്കിൽ 17,000 കോടി രൂപയുടെ സംഭരണം നടത്തുകയും ചെയ്തു. നട്ടലുള്ള സംസ്ഥാന സർക്കാരുകൾ അത് സാധിച്ചെടുത്തു. എന്നാൽ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് കർഷകരുടെ താൽപര്യം മുൻനിർത്തി സമ്മർദ്ദം ചെലുത്താൻ എവിടെ സമയം? കോഴ വാങ്ങാനും തെളിവ് നശിപ്പിക്കാനും കേസ് ഇല്ലാതാക്കാനും കോഴക്കാരന്റെ സ്വീകരണ യോഗത്തിലേക്ക് പാഞ്ഞു ചെല്ലാനും ഒക്കെയല്ലേ ഇവിടെ മന്ത്രിമാർക്ക് നേരമുള്ളൂ. റബ്ബർ വില 150 രൂപയെങ്കിലും ഉറപ്പിക്കാൻ പാകത്തിൽ വിലസ്ഥിരതാ പദ്ധതിയുമായി ഇടപെടുമെന്നൊക്കെ വീമ്പിളക്കിയിരുന്നു ഉമ്മൻചാണ്ടിയും കൂട്ടരും. എന്നിട്ടെന്തായി? 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന വിലയായ 106-ൽ വീണടിഞ്ഞു കിടക്കുന്നു റബ്ബർ വില. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ കാണാനില്ല. 5 വർഷത്തിനുള്ളിലാണ് കുത്തനെയുള്ള വിലയിടിച്ചിൽ ഉണ്ടായത്. 2011 ഏപ്രിലിൽ 243 രൂപയായിരുന്നതാണ് UDF ഭരണത്തിന്റെ ഓരോ വർഷവും കുത്തനെ കുറഞ്ഞ് ഇപ്പോൾ 106-ൽ എത്തി നിൽക്കുന്നത്. ഓരോ വർഷവും ക്രമാതീതമായി വിലയിടിഞ്ഞപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു ഈ സർക്കാർ? 2011-ൽ 243 രൂപ ഉണ്ടായിരുന്നത് 2012-ൽ 162 ആയി ഇടിഞ്ഞു. 2014-ൽ 130 ഇപ്പോൾ 106. രേഖകൾ ഇത് പറയുമ്പോഴും റബ്ബർ കർഷകന് 100-ൽ താഴെയേ കിട്ടുന്നുള്ളൂ എന്നത് മറ്റൊരു പരമാർത്ഥം. റബ്ബർ കർഷകരുടെ താൽപര്യങ്ങളെ ഇതുപോലെ കൈയൊഴിഞ്ഞ മറ്റൊരു സർക്കാരില്ല. റബ്ബർ ബോർഡ് നാഥനില്ലാ കളരിയായി തുടരുന്നതിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം വ്യക്തമാകുന്നുണ്ട്. റബ്ബർ സംഭരിക്കാനെങ്കിലും കേന്ദ്ര സർക്കാരിനെ നിർബന്ധിക്കുന്ന തരത്തിൽ കേരളത്തിൽ നിന്നും റബ്ബർ സമ്മർദ്ദം ഉയരേണ്ടതുണ്ട്. ഒരു വശത്ത് റബ്ബർ ഇറക്കുമതി കുറയ്ക്കുകയും മറുവശത്ത് 150 രൂപയ്ക്കെങ്കിലും റബ്ബർ കേന്ദ്രം സംഭരിക്കുകയും വേണം. ഇറക്കുമതി മൂലം ആഭ്യന്തര വിപണിയിൽ തകർച്ചയുണ്ടായാൽ
പ്രത്യേക സംരക്ഷണ ചുങ്കം ചുമത്താൻ ലോക വാണിജ്യ കരാറുകൾ പ്രകാരം രാജ്യത്തിന് കഴിയും. പ്രത്യേക ചുങ്കത്തിന്റെ കാര്യമിരിക്കട്ടെ, സാധാരണ ചുങ്കത്തിന്റെ വർധന പോലും വേണ്ട ഘട്ടത്തിൽ വേണ്ട തോതിൽ ഏർപ്പെടുത്തുന്നില്ല. കേന്ദ്രത്തോട് കേരള സർക്കാർ അത് ആവശ്യപ്പെടുന്നുമില്ല. 25% അനുവദനീയമായ ഇറക്കുമതി ചുങ്കപരിധി. എന്നാൽ പല ഘട്ടങ്ങളിലും ആ ഉയർന്ന പരിധിയിലേക്ക് പോലും കേന്ദ്രം എത്തിയിരുന്നില്ല. ഇപ്പോൾ 25% ഉണ്ടെന്ന് പറയുന്നു. എങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന സംരക്ഷണ ചുങ്കം ചുമത്തുന്നതിലേക്ക് കടക്കണം. ആലോചനയില്ലാതെ അന്താരാഷ്ട്ര കരാറുകൾക്ക് തലവച്ചു കൊടുത്തതുകൊണ്ടാണ് 25% എന്ന പരിധി അംഗീകരിക്കേണ്ടി വന്നത്. അത് നിലനിൽക്കുമ്പോഴും 4 വർഷത്തേക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്താമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട്. സംരക്ഷണ ചുങ്കത്തിന് പരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലതാനും. ഉരുക്ക്, കാർബൺ ബ്ലോക്ക്, സോഡിയം സൾഫേറ്റ് എന്നിവയ്ക്ക് സംരക്ഷണ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞു. റബ്ബറിനും ഇതാക്കാവുന്നതേയുള്ളൂ. വേണ്ടത് റബ്ബർ കർഷകരോട് കൂറും സ്നേഹവും അത് മുൻനിർത്തിയുള്ള ദൃഢനിശ്ചയവും അത് നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുമാണ്. നിർഭാഗ്യവശാൽ കേരള സർക്കാരുകൾക്ക് ഇല്ലാത്തതും അതുതന്നെ. ദേശാഭിമാനി മുഖപ്രസംഗം ശ്രവിച്ച ഏവർക്കും CPIM സൈബർ വോയിസിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.